ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, ഇപ്പൊ പൊട്ടും, അടുത്തയാഴ്ച പൊട്ടും എന്ന് എല്ലാ വർഷവും ഇവിടെ കുറെ ആൾക്കാർ ആ മഴക്കാലം ആകുമ്പോഴത്തേക്ക് അങ്ങ് പറയാൻ തുടങ്ങും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരോന്നും പറഞ്ഞുകൊണ്ട് പൊങ്ങി വരും. യൂട്യൂബർമാർ മാത്രമല്ല, TV ചാനലുകാർക്കും ഇതൊരു ഹരമാണ്. പ്രത്യേകിച്ച് വേറെ വാർത്തയൊന്നും കിട്ടിയില്ലെങ്കിൽ നേരെ മുല്ലപ്പെരിയാറിന്റെ കാര്യം എടുത്തു. എന്തെളുപ്പമുള്ള കാര്യമാണ്, കുറെ ആൾക്കാരെ പിടിച്ചവിടെ ഇരുത്താൻ പറ്റും. ഇവന്മാരെ എല്ലാം കൂടെ, യൂട്യൂബർമാരുടെ കാര്യമല്ല പറഞ്ഞു, ഈ TV ചാനലുകാർ നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്ന, നമ്മളെ വെറുതെ വഴിതെറ്റിക്കുന്ന ഇവരെ എല്ലാം കൂടെ ഒരാഴ്ചയെങ്കിലും പട്ടിണിക്കിടാനായിട്ട്, ജയിലിലിടണമെന്നല്ല, ഇതൊന്ന് പട്ടിണിക്കിടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ പ്രധാനമന്ത്രി മോഡി സാറിനോടാണ്, പ്രമോദ് പെരുമ്പായിക്കാട്, ഇത് കേട്ട് മടുത്തു. ഈ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം ഒന്ന് നിർത്തരുതോ? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളുണ്ട്, ഇതുകൊണ്ട് ആ വാർത്ത ഉണ്ടാക്കുന്നവന് മാത്രമേ പ്രയോജനമുള്ളൂ. യൂട്യൂബറാണോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക, അല്ലാതെ ഇത് കേൾക്കുന്ന നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരൊരു സബ്ജക്ട് എടുത്തിടുന്നു, കുറെ പേര് കാണും, കേൾക്കും എന്നുള്ള കാര്യം അവർക്കറിയാം. ഇത്ര ഉള്ളൂ ഇതിനകത്തെ കാര്യം. കേരള ഗവൺമെന്റ് പറഞ്ഞു, അവിടെ പ്രശ്നമൊന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇതിനൊക്കെ മുകളിലുള്ള സുപ്രീം കോർട്ട് അവരും പറഞ്ഞു മുല്ലപ്പെരിയാർ സേഫ് ആണ്, മുല്ലപ്പെരിയാർ ഡാം സേഫ് ആണ്. ഇനി നിങ്ങൾക്ക് എന്നാ വേണ്ടത്? ഇതൊന്നും പോരാ. ഈ യൂട്യൂബർമാരും ഇവിടുത്തെ ലോക്കൽ ചാനലുകാരും പറയുന്ന കാര്യമാണോ നിങ്ങൾക്ക് വിശ്വാസം? എങ്കിൽ പിന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നല്ലോ, നിങ്ങളുടെ വിശ്വാസം അല്ല, എന്ത് പറയാനാണ്ട, സ്വയം തീരുമാനിക്കുകയാണ്. എനിക്ക് മനസ്സമാധാനം വേണ്ട, ഞാൻ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞ് മാനം വീഴാൻ പോകുന്നെന്നും പറഞ്ഞ് മുട്ടുകൊടുക്കാനായിട്ട് ഞാൻ വലിയ കോലും തപ്പി നടന്നോളൂ. എന്നോട് പലരും പറഞ്ഞു, എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു. എനിക്ക് കള്ളം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇടാതിരുന്നത്. ഞാനിപ്പോ ഇതാ സത്യം പറയുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പറയുകയാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടത്തില്ല. കാരണം ഇത് പൊട്ടാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കത്, ഇവിടെ പുതിയ ഡാം ഇട്ട് പണിയാനും പോകുന്നില്ല. നിങ്ങൾ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ബഹളം വെച്ചാലും അവിടെ പുതിയ ഡാം പണിയാൻ പോകുന്നില്ല, അത് പൊട്ടത്തുമില്ല. ഇനി ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട്, കേരള സർക്കാരോട് ചേർന്നിട്ട്, ആര് ഭരിച്ചാലും ശരി, ഇവിടെ രാഷ്ട്രീയമല്ല പറയുന്നത്, കേരള സർക്കാരും കൂടി ചേർന്നിട്ട് ഈ ഡാം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും പുതിയ ഡാം ഉണ്ടാവത്തില്ല. പിന്നെ ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭൂകമ്പം ഉണ്ടായാൽ, എർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ. ഇവിടെ എർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളിരിക്കുന്ന വീട് അവിടെ ഉണ്ടാവുമെന്ന് ആദ്യം ഒന്ന് ആലോചിക്കും. എന്തായാലും നിങ്ങളുടെ വീട് ഇടിഞ്ഞ് താഴെ വീണിട്ടേ ആ ഡാം പൊളിയത്തും. എപ്പോ? ഭൂകമ്പം ഉണ്ടായാൽ. ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടായാൽ നിങ്ങളുടെ വീട് ആദ്യം പോകും. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും. ചിലരൊക്കെ യൂട്യൂബിൽ വാർത്തകളെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ്, ആ ഭാഗത്ത് മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന ഭാഗത്തെങ്ങാനും ഒരു എർത്ത് ഉണ്ടായാൽ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ ആ ഡാം തകരും, പിന്നെ ആ കോട്ടയം, തൃശ്ശൂർ, എറണാകുളം ജില്ലകൾ മുഴുവൻ തകരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനെ ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ എപ്പോഴെങ്കിലും എർത്ത് ഉണ്ടായാൽ ആദ്യം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന വീടുകളെല്ലാം തകരും, അത് കഴിഞ്ഞിട്ട് ഡാം തകരത്തുള്ളൂ. ഈ പ്രമോദ് പെരുമ്പായിക്കാട് ഞാൻ പറയുകയാണ്, നിങ്ങൾ താമസിക്കുന്ന വീട് സേഫ് അല്ല. ഞാൻ എന്നിട്ട് കുറെ ഇക്വേഷനും കുറച്ച് വീഡിയോയും കുറച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ പറയും അത് ഞാൻ എഞ്ചിനീയറെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചു, എസ്റ്റിമേറ്റ് എടുത്താണ്, അത് എന്നിട്ട് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊടുത്ത് അപ്രൂവൽ വാങ്ങിച്ചതാണ്, അത് ഗവൺമെന്റ് അപ്രൂവൽ ഉള്ളതാണ്, അതുകൊണ്ട് അതിനൊന്നും സംഭവിക്കില്ല. ചിലരാണെങ്കിൽ പറയും നീ പോടാ എന്ന് വേണമെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തം വീടിന്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിശ്വാസം, നല്ല കാര്യം. പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിശ്വാസമില്ല, കേരള ഗവൺമെന്റിനും വിശ്വാസമില്ല, സെൻട്രൽ ഗവൺമെന്റിനും വിശ്വാസമില്ല, സുപ്രീം കോടതിയും വിശ്വാസമില്ല. പക്ഷേ TV ചാനലുകാരെയും യൂട്യൂബർമാരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതെന്താ അങ്ങനെ? ഇതെവിടെ തന്നെയായവാ? എന്ത് പണിയുമ്പോഴും, ഒരു കെട്ടിടം, ഒരു പാലം, ഒരു റോഡ്, അല്ലെ ഡാം, ഇതൊക്കെ പണിയുമ്പോഴും അവിടെയെല്ലാം എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ആണ്. കൂടുതലായിട്ട് എടുത്തു പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ്. ഒരു സിവിൽ എഞ്ചിനീയറും പറയില്ല മുല്ലപ്പെരിയാർ ഡാം സേഫ് അല്ല, അല്ലെ അതിപ്പോ പൊട്ടും എന്ന് പറയില്ല. അല്ലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയക്കാരുള്ള സിവിൽ എഞ്ചിനീയർമാരുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ, അവരോട് ചോദിക്കും, അവരതിന്റെ കാര്യകാരണങ്ങൾ വിശദമാക്കി തരും. അവർ പറയില്ല. ഈ പുതിയ ഇന്നലെ പഠിച്ചിട്ട് വന്ന എഞ്ചിനീയർമാരോട് 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞത് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയർമാരോട് ചോദിക്കും. അവർ പറഞ്ഞു തരും. ഒരു കെട്ടിടം പണിയുമ്പോൾ, ഒരു റോഡ് പണിയുമ്പോൾ, പാലം പണിയുമ്പോൾ, ഡാം പണിയുമ്പോൾ അവിടെയെല്ലാം ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നൊരു കാര്യം കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ഫാക്ടർ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഇത് എഞ്ചിനീയറിംഗിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെന്താണെന്ന് ഒന്ന് വിശദീകരിച്ചു തരാം ഞാൻ. ഒരു പാലം പണിയുന്നു. ആ പാലം പണിയുമ്പോൾ ആ പാലത്തിൽ കൂടെ പോകാവുന്ന വണ്ടിയുടെ വെയിറ്റ് 5 ടണ്ണാണ് എന്ന് അവിടുത്തെ ലോക്കൽ അതോറിറ്റിയും അവിടുത്തെ ട്രാഫിക്കും ഒക്കെ വെച്ച് നോക്കി ഒരു തീരുമാനം എടുക്കുന്നു. 5 ടൺ വെയിറ്റ്. അപ്പൊ 5 ടൺ വെയിറ്റ് ഉള്ള ഒരു വണ്ടി 40 കിലോമീറ്റർ സ്പീഡിൽ അല്ലെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിപ്പോകുമ്പോൾ എന്തുമാത്രം ലോഡ് ആ പാലത്തിൽ വരും, എന്തുമാത്രം കുലുക്കം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിനീയർമാർ അവിടെ നിന്ന് കണക്കാക്കി അത് ഡിസൈൻ ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്തും. ഈ പാലത്തിന് ഇത്ര സ്ട്രെങ്ത് വേണം, ഇതിന് മാത്രം സിമെന്റ് ഉപയോഗിക്കണം, ഇതിന്റെ പില്ലറുകൾക്ക് ഇത്ര സൈസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ ഡിസൈൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യും. സാധാരണ രീതിയിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒരു കെട്ടിടം പണിയുമ്പോൾ ഇതുപോലെ എന്ത് കൺസ്ട്രക്ഷനും 1.5 to 2.5 ടൈംസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 പറയണ്ട, 2.5 പറയണ്ട, നമുക്ക് 2 പറയാം.
കാൽക്കുലേഷനുള്ള എളുപ്പത്തിന്. അതായത് 5 ടണ്ണിന്റെ ഒരു വെയിറ്റ് ഉള്ള വണ്ടി ഒരു പാലത്തിൽ കൂടി 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. ഇതാണ് ഡിസൈൻ കണ്ടീഷൻ. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്ത് 2 അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 10 ടൺ വെയിറ്റ് ഉള്ള ഒരു വണ്ടി ആ പാലത്തിൽ കൂടി അതേ സ്പീഡിൽ പോയാൽ എന്തുമാത്രം ലോഡ് വരും, അല്ലെ ആ ലോഡിനെ എടുക്കാനുള്ള കപ്പാസിറ്റി ആ പാലത്തിനുണ്ട്. അതാണ് 2 എന്നുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. എങ്കിലും ആ പാലത്തിന്റെ തുടക്കത്തിൽ 2 സൈഡിലും ഒരുപക്ഷെ എഴുതി വെച്ചേക്കും 5 ടണ്ണിൽ കൂടിയ വാഹനങ്ങൾ ഈ പാലത്തിൽ കൂടി കയറാൻ പാടില്ല. ഹൈവേകളിൽ ഇതൊക്കെ പണിയുമ്പോഴത്തേക്കും 25 ടൺ 30 ടൺ അല്ലെ 50 ടണ്ണൊക്കെ വെയിറ്റ് ഉള്ള വണ്ടികൾ കയറി പോകാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ പാലങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഈ ഡാം ഡിസൈൻ ചെയ്തിട്ടുള്ളതും. ഈ ഡാമിൽ എന്തുമാത്രം വെള്ളം ഒഴുകി വരുന്നു, എത്ര കിലോമീറ്റർ ഏരിയയിൽ, സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഈ വെള്ളം കിടക്കുന്നു ഡാമിനകത്ത്, ആ വെള്ളത്തിന്റെ വെയിറ്റ്, അതിൽ എന്തുമാത്രം വെയിറ്റ് ഈ ഡാമിന്റെ ഭിത്തികളിൽ വരുന്നു, അങ്ങനെയെല്ലാം കണക്ക് കൂട്ടി ഈ ഡാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇതുപോലൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് 2 എന്നുള്ള അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 500 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഡാം ആണെങ്കിൽ ആ ഡാമിലേക്ക് 500-ന് പകരം 1000 ലക്ഷം ലിറ്റർ വെള്ളം വന്നാൽ പോലും ആ ഡാമിന് ഒരു ബലക്ഷയവും സംഭവിക്കില്ല, ഒരു അപകടവും സംഭവിക്കില്ല. അതാണ് ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 എന്ന് പറഞ്ഞാൽ 200% അപ്ലൈ ചെയ്യുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഹൈറ്റ് ഇപ്പോഴത്തെ കണ്ടീഷനിലാണ് പറയുന്നത് 142 അടി വെള്ളം അതിൽ സ്റ്റോർ ചെയ്യാം. ഇടുക്കി ഡാമിൽ എത്രയാണെന്നറിയോ? അതിന്റെ 4.5 ഇരട്ടി വെള്ളം ഇടുക്കി ഡാമിൽ ഹൈറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഓവറോൾ നോക്കിയാൽ പോലും മുല്ലപ്പെരിയാർ ഡാമിനെക്കാട്ടിലും 5 ഇരട്ടി വലിപ്പമുള്ള ഡാമാണ് ഈ ഇടുക്കി ഡാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും പൊക്കമുള്ള ഡാമായിട്ടാണ് ഇടുക്കി ഡാമിനെ കാണുന്നത്. ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഒരു ബോംബാണ്, അങ്ങ് മലയുടെ മണ്ടയിലിരിക്കുന്ന വാട്ടർ ബോംബാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ വലിയ ബോംബാണ് ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത്. പിന്നെ ഇടുക്കി ഡാം ഈ അടുത്ത കാലത്ത് പണിതാണ്, 50 വർഷം മുമ്പ് പണിതാണ് എന്നൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഭീതി പരത്താൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചാനലുകാരും യൂട്യൂബർമാരും ഉണ്ടാക്കി വിടുന്ന ഓരോ കഥകളാണ്. അവർ ആ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ വെള്ളം ഇവിടുന്ന് കിഴക്കുന്ന പടിഞ്ഞാട്ടോട്ട് ഒഴുകുന്ന രീതി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ഓരോ ജില്ലകൾ ഓരോ സ്ഥലങ്ങൾ അതൊക്കെ കവർ ചെയ്ത് എവിടെയൊക്കെ ആറുകളുണ്ടോ അതുവഴിയെല്ലാം ഇവരിങ്ങനെ നമ്മളെ ഗൈഡല്ല മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് ഈ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ മുഴുവൻ തുടച്ചു നീക്കും എന്നുള്ള കഥകൾ ഉണ്ടാക്കും. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കുന്നുള്ളൂ. അവർ നമ്മളെ ഇതൊക്കെ കാണിച്ച് അങ്ങ് വരട്ടുകയാണ്, നമ്മളെ വേറെ അതൊരു മായാ ലോകത്ത് കൊണ്ടുപോവുകയാണ്. ഭൂകമ്പം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞ പോലെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഈ ഗൂഗിൾ മാപ്പൊക്കെ കാണിച്ച് നമ്മളെ വരട്ടുന്നുണ്ടല്ലോ, എന്നിട്ട് ഓരോ സ്ഥലപ്പേരും പറയുന്നുണ്ടല്ലോ. ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് ഈ യൂട്യൂബർമാർ, അല്ലെങ്കിൽ ഈ ചാനലിലെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ ഈ ചാനലിലെ ജോലിക്കാർ. അവരാരെങ്കിലും ആ സ്ഥലത്തുനിന്ന് മാറി താമസിക്കാത്ത എന്താ കാര്യം? അവർ പറയുന്നുണ്ടല്ലോ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന്. എങ്കിൽ പിന്നെ അവരെന്നെ അവിടെ നിന്ന് മാറാത്തത്? അവർ മാറുന്നില്ല, അവരുടെ ബന്ധുക്കളോ അവരുടെ അടുത്ത സുഹൃത്തുക്കളോ ആരും മാറുന്നില്ല. കാര്യം എന്താ? ഈ പറഞ്ഞ റിപ്പോർട്ടർ അവരുടെ ബന്ധുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകാവുന്ന സ്ഥലത്താണ് നിങ്ങളുടെ വീട്, പെട്ടെന്ന് മാറിക്കോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാറുമോ? അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിൽ അത് അവർ തമ്മിൽ തീർത്തോളും. ഞാൻ അതിനകത്ത് കൂടുതൽ അതിനെക്കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞ് സമയം മെനക്കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സ്വന്തം വീട്ടിലെയോ അല്ലെ അടുത്ത ബന്ധുക്കളുടെയോ അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിലെയോ ഉള്ളവരെയോ അവരുടെ മനസ്സ് മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കേരളത്തിന്റെ മനസ്സ് മാറ്റാൻ എന്തിനാ ശ്രമിക്കുന്നത്? 10-12 വർഷം മുമ്പ് മുല്ലപ്പെരിയാർ ഡാം ക്യാൻസൽ ചെയ്യണം, അത് നമുക്ക് അപകടമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കേരളത്തിലുള്ള MP-മാർ അങ്ങ് ഡൽഹി പോയിട്ട് വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. തമിഴ്നാട് ഗവൺമെന്റും കൗണ്ടറുമായിട്ട് അവരും പോയി അവിടെ. എപ്പോഴും തമിഴ്നാടിന് നമ്മളെക്കാട്ടിലും വലിപ്പമുണ്ട്, MP-മാരുടെ എണ്ണവും കൂടുതലാണ്. അവരോട് പോയി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. മലയാളി MP-മാരെല്ലാം കൂടി ചേർന്ന് ഇവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇതിനൊരു കമ്മീഷനെ അങ്ങ് നിയമിച്ചു, അന്വേഷണ കമ്മീഷൻ. അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ ഡാമിന് യാതൊരു ബലക്ഷയവുമില്ല. എന്നിട്ടോ 136 അടിയിൽ നിന്ന് നേരെ 142 അടിയാക്കിയത്. കേരളത്തിൽ ഇവിടെ കിടന്ന് ബഹളം വെച്ചവരൊക്കെ ഗോവിന്ദ, അല്ല എന്താ പറയാന്. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രധാന ചർച്ച എന്താണെന്നോ, ഈ 142 അടിയെ എങ്ങനെ 152 അല്ലെ 155 അടിയാക്കാം. അതിനുവേണ്ടിയാണ് തമിഴ്നാട് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ മലയാളികളോ ഹൈറ്റ് കുറച്ച് 100 അടിയോ 50 അടിയോ ആക്കാനാണ് നമ്മുടെ ശ്രമം. ഇത് വിജയിക്കുമോ? ഇല്ല. ഇതിങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ വയനാട്ടിൽ ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പം കുറച്ചൊക്കെ ഒരു സഹതാപ തരംഗമൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് കഴിയുമ്പം 1-2 മാസം കഴിയുമ്പം വീണ്ടും ഈ പറഞ്ഞ അന്വേഷണമൊക്കെ അവിടെ കിടക്കും. അവസാനമായി ഒന്നുകൂടെ പറയുകയാണ്, മുല്ലപ്പെരിയാറിനെ ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ ഡാം പൊട്ടില്ല, അത് സേഫാണ്. വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്ത് തലയിൽ വെച്ച് സ്വന്തം ആരോഗ്യം കളയാതിരിക്കുക.